പുതിയ കാർ വാങ്ങാൻ ഭിക്ഷക്കാരന്റെ വ്യത്യസ്തമായ വേഷത്തിൽ ഷോറൂമിലെത്തിയ കസ്റ്റമറെ കണ്ട് അത്ഭുതപ്പെട്ട് ഷോറൂം ജീവനക്കാർ. വടക്കേകാട് കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന ഗ്യാസ് ഏജൻസി നടത്തിപ്പുകാരനായ നമ്പാടൻ രാജേഷാണ് പുതിയ കാർ വാങ്ങാൻ മുഷിഞ്ഞ വേഷം ധരിച്ച് ഷോറൂമിലെത്തി ജീവനക്കാരെ അത്ഭുതപ്പെടുത്തിയത്. ഓങ്ങല്ലൂരിലെ ഷോറൂമിൽ യാചകരുടെ വേഷത്തിലെത്തിയവരെ കണ്ട് ഷോറൂമിലെ ജോലിക്കാരും മറ്റുള്ളവരും ഒന്ന് പകച്ചു. ഇഷ്ടപ്പെട്ട കാറിന്റെ വില തിരക്കി കയ്യിൽ കരുതിയ ഭാണ്ഡത്തിൽ നിന്ന് നോട്ടുകൾ എടുത്ത് എണ്ണി നോക്കി ജീവനക്കാരെ ഏൽപ്പിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു വേഷപ്പകർച്ച മനസ്സിൽ പ്ലാൻ ചെയ്തതിനാൽ രാജേഷ് വാഹനത്തിന്റെ ഇടപാട് സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഫോണിലൂടെയാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഷോറൂം ജീവനക്കാർ ആരും രാജേഷിനെ മുൻപ് കണ്ടിരുന്നില്ല. പുതിയ കാറു വാങ്ങാൻ ഷോറൂമിലെത്തിയ കുടുംബാംഗങ്ങളും ഒരു നിമിഷം ഒന്ന് പകച്ചുപോയി. വർഷങ്ങളായി രാജേഷും സുഹൃത്ത് മജീദും ഇടയ്ക്കിടെ ഇത്തരത്തിൽ വേഷപ്രച്ഛന്നരായി പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഉത്സവകാലത്ത് സ്വന്തം സ്ഥാപനത്തിന്റെ പരസ്യ ബോർഡുകളിൽ മോഡലുകളായി നാട്ടുകാരെ രസിപ്പിക്കുന്ന ഈ സുഹൃത്തുക്കൾ പക്ഷേ ജീവിതത്തിലെ ഒരു പ്രധാന മുഹൂർത്തത്തിൽ ഇങ്ങനെ ഒരു വേഷം മാറിയതിന് തക്കതായ കാരണവുമുണ്ട്. അങ്ങനെ ഉണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞാല് ഞാൻ കുറച്ചു കാലമായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഒരു വണ്ടി എടുക്കുമ്പോൾ ഒരു ധർമ്മക്കാരന്റെ വേഷത്തിൽ പോകണം എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ചിലപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും സ്വപ്നം കാണാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു ഈ കാറ് എന്നൊരു സ്വപ്നം. അപ്പോൾ അവർക്കും അങ്ങനെ വണ്ടി എടുക്കാൻ പോവാം. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു എക്സ്പ്രഷൻ എന്താണെന്നുള്ളതും കൂടി അറിയാനാണ്. കാരണം അങ്ങനത്തെ ഒരാൾക്കാർക്ക് വണ്ടി കൊടുക്കുമോ, അങ്ങനത്തെ ഒരു വേഷധാരികൾക്ക് കൊടുക്കുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്നും അത് നമ്മളെ ഭാഗത്തും ഇതേപോലെ തന്നെ നമ്മളെ കുടുംബങ്ങളിലും ഭാര്യ അല്ലെങ്കിൽ മക്കൾ എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അവർ പോലും അറിയാത്ത വേഷത്തിൽ അവരെ അറിയിക്കാതെയാണ് ഞാൻ അതിൽ പോവാനുള്ള കാരണം. ഷോറൂമിൽ നിന്നും വാങ്ങിയ തന്റെ ഇന്നോവ ഹൈക്രോസിന്റെ താക്കോൽ ബന്ധുവിന്റെ കയ്യിൽ ഏൽപ്പിച്ച് നമ്പാടനും സുഹൃത്തും പഴയ കാറിൽ തന്നെ വീട്ടിലേക്ക് മടങ്ങുമ്പോഴും സംഭവിച്ചത് എന്താണെന്നറിയാതെ അമ്പരപ്പിലായിരുന്നു ജീവനക്കാർ.